വാമപ്പ് ഒന്നും ചെയ്യാതെ നേരെ വർക്കൗട്ട് ചെയ്തു തുടങ്ങുന്ന ആളാണോ നിങ്ങൾ? ആണെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തുക. കാരണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ വാർത്ത ഈ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അത് സംഭവിക്കുന്നതിന് മെയിൻ റീസൺ നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് ചെയ്യാത്തതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ പ്രോപ്പറായി വാമപ്പ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായി കൂടുകയും അത്രയും ലോഡ് നമ്മുടെ ഹാർട്ടിന് പെട്ടെന്ന് താങ്ങാനും പറ്റത്തില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ബോഡിക്കും ഹാർട്ടിനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സിഗ്നൽ കൊടുക്കണം. ആ സിഗ്നലാണ് വാം അപ്പ്. വളരെ സ്ലോ ആയിട്ട് ചെറിയ ഇൻറ്റൻസിറ്റിയിൽ തുടങ്ങി പതിയെ പതിയെ ഇൻറ്റൻസിറ്റി കൂട്ടുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് ആണ്. സ്ട്രെച്ചിങ്ങിൽ ആദ്യം നമ്മുടെ കഴുത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കഴുത്ത് ഇതുപോലെ രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇതൊരു 30 സെക്കൻഡ് ചെയ്യാം. രണ്ടാമത് ഷോൾഡേഴ്സ് ആണ്. ഷോൾഡർ ഇതുപോലെ നമ്മുടെ കൈ സ്ട്രെയിറ്റ് ആക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. രണ്ട് ഷോൾഡറും 30 സെക്കൻഡ് വെച്ച് സ്ട്രെച്ച് ചെയ്യുക. മൂന്നാമത്തേത് ട്രൈസെപ്സ് ആണ്. ഇതും ഇതുപോലെ ഒരു കൈ മുകളിലേക്ക് കൊണ്ടുവന്ന് മറ്റേ കൈ കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇത് രണ്ട് കൈയിലും 3 തവണ വെച്ച് ചെയ്യുക. നാലാമത് ചെസ്റ്റ് ആണ്. രണ്ട് കൈയും വൈഡായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് ഇതുപോലെ സ്ലോ ആയിട്ട് സ്ട്രെച്ച് ചെയ്യുക. ചെസ്റ്റ് 1 മിനിറ്റ് ടൈം എടുത്ത് സ്ട്രെച്ച് ചെയ്യുക. അഞ്ചാമത് കാലാണ്. കാല് രണ്ട് ഇതുപോലെ കാൽപാദത്തിൽ പിടിച്ചിട്ട് പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇത് രണ്ട് കാലും 3 തവണ വെച്ച് സ്ട്രെച്ച് ചെയ്താൽ മതി. ഇനി അടുത്തത് റൊട്ടേഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ ഷോൾഡർ ഇതുപോലെ കൈ രണ്ടും നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് ഷോൾഡർ മാത്രം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. 30 സെക്കൻഡ് മുന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 30 സെക്കൻഡ് പിന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഷോൾഡറിൻ്റെ രണ്ടാമത്തെ റൊട്ടേഷൻ എക്സർസൈസ് ഇതുപോലെ കൈ സ്ട്രെയിറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. രണ്ട് കൈയിലും ഫ്രണ്ടിലേക്ക് 30 റെപ്പറ്റീഷനും ബാക്കിലേക്ക് 30 റെപ്പറ്റീഷനും വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. അടുത്ത ഷോൾഡർ റൊട്ടേഷൻ എക്സർസൈസ് കൈ രണ്ടും വൈഡായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. ഇതും ഫ്രണ്ടിലേക്ക് 30 റെപ്പറ്റീഷനും ബാക്കിലേക്ക് 30 റെപ്പറ്റീഷനും റൊട്ടേറ്റ് ചെയ്യുക. അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ ആണ്. ഹിപ്സ് മാത്രം മൂവ് ചെയ്തുകൊണ്ട് ഇതുപോലെ രണ്ട് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇതും ഒരു 30 റെപ്പറ്റീഷൻ ചെയ്താൽ മതി. അടുത്തത് ഫിസ്റ്റ് റൊട്ടേഷൻ ആണ്. നമ്മുടെ ഫിസ്റ്റ് രണ്ടും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. 1 മിനിറ്റാണ് ഫിസ്റ്റ് റൊട്ടേഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ഫിസ്റ്റ് പെട്ടെന്ന് ഇഞ്ചുറി ആവുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഫിസ്റ്റ് റൊട്ടേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടാം. അടുത്തത് സ്ലോ ആയിട്ടുള്ള കാർഡിയോ എക്സർസൈസുകളാണ് ചെയ്യേണ്ടത്. കാർഡിയോ എക്സർസൈസുകൾ നമ്മുടെ ബോഡിയുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതിന് ഹൈ നീസ് അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് പോലുള്ള കാർഡിയോ എക്സർസൈസ് നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്തു തുടങ്ങാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് നല്ലതുപോലെ പമ്പാവും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഹാർട്ട് ആ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റിയോട് അഡാപ്റ്റ് ചെയ്യും. അതിനുശേഷമുള്ള പ്രധാന കാര്യം നമ്മുടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി വെറുതെ ഇരിക്കരുത്. വളരെ സ്ലോ ആയിട്ട് വേണം നിങ്ങളുടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ. അതുകൊണ്ട് വർക്കൗട്ടിന് ശേഷം നമ്മൾ കൂൾ ഡൗൺ ചെയ്യണം. അതിന് നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോൾഡർ, ട്രൈസെപ്സ്, ചെസ്റ്റ്, ഹിപ്സ്, കാല് അങ്ങനെ നന്നായി ബോഡി സ്ട്രെച്ച് ചെയ്ത് പതിയെ വർക്കൗട്ട് നിർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വർക്കൗട്ടിന് മുമ്പ് നിർബന്ധമായും വാമപ്പും കൂൾ ഡൗണും ചെയ്യുക. വാമപ്പും കൂൾ ഡൗണും ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.